നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കണ ഈ പൂപ്പാട എവിടെയെന്ന് അറിയോ? അതായത് നമ്മളെ തിരുമറ്റക്കോട് പഞ്ചായത്തിൽ നമ്മളൊരു വലിയൊരു അമ്പലം ഉണ്ടല്ലോ, തിരുമറ്റക്കോട് അമ്പലം എന്ന് പറയില്ലേ. ആ അമ്പലത്തിൻ്റെ തൊട്ടടുത്തനായിട്ട് ഇളയന്നൂർ ഭഗവതി ക്ഷേത്രം പറഞ്ഞൊരു ചെറിയൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. കണ്ടോ, ഈ അമ്പലത്തിൻ്റെ സംഘാടകർ സെറ്റാക്കി എടുത്തിട്ടുള്ള ഒരു പൂപ്പാടാണിത്. അതായത് അമ്പലത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള വരുമാനത്തിനും അതുപോലെ ഇപ്പോൾ ഓണം വരികയാണല്ലോ, ഓണത്തിൻ്റെ ആ സമയത്ത് ഒരു നല്ലൊരു ബിസിനസ്സാണ് ഇത്. ഈ പൂവിൻ്റെ വലിപ്പം നോക്കുക, ഒരു കൈ നിറയേണ്ട ഒരു പൂവ്. അത്യാവശ്യം നല്ല വലിപ്പം വരട്ടത്. ആവി വരുമ്പോഴേ അതിൻ്റെ ഒരു പൂർണ്ണ വലിപ്പമായി കഴിഞ്ഞാണ്ടല്ലോ, ഒരു കൈയിൻ്റെ അത്രയും വലിപ്പമുണ്ട് ഈ പൂവ്. ചെണ്ടുമല്ലി പൂവ് കണ്ടോ, അത്ര വലിപ്പമാണ് ഇത്. നമുക്ക് കാണുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുമറ്റക്കോട് നമ്മൾ ആറങ്ങോട്ടുവരെ വഴിക്ക് പോകില്ലേ, അവിടുന്ന് ഇളയന്നൂർ ഭഗവതി ക്ഷേത്രം പറഞ്ഞിട്ടുള്ള അമ്പലത്തിൻ്റെ ആ ഏരിയയിലേക്ക് വന്നിട്ട് കാണാൻ പറ്റും. പിന്നെ വരുമ്പോൾ പരമാവധി ശ്രദ്ധിക്കുക. നമ്മളിതിൻ്റെ ഇടയിൽ നിന്നിട്ട് ഈ ജസ്റ്റ് ഇതിനൊന്നും ഒരു കേടുപാടുകളൊന്നും വരാതെയാണ് വീഡിയോ എടുത്ത് തീർക്കണത്. ഇവരുടെ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സാധനം വന്ന് നശിപ്പിക്കാണ്ട് നോക്കുക. കാരണം നമ്മൾ ഈ വീഡിയോയിൽ കൂടെ എല്ലാവരും അറിയിച്ചു കഴിഞ്ഞാൽ ആളുകളൊക്കെ കൂടുതലിപ്പോൾ നിങ്ങൾ കണ്ടിട്ടെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ കേട് വരുത്തരുതെന്ന് പറയാറുള്ളൂ. അതുപോലെ സുഹൃത്തുക്കളെ, നമ്മളുടെ ഓണാഘോഷങ്ങൾക്ക് ഭാഗമായിട്ട് പൂക്കൾ മത്സരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ബൾക്കായിട്ടുള്ള പൂക്കൾ നമുക്ക് ഇവരിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവരുടെ കോൺടാക്റ്റ് നമ്പർ നമ്മുടെ വീഡിയോയിൻ്റെ ഈ സമയത്ത് നമ്മൾ ചേർക്കുന്നുണ്ട്. രാവുണ്ണിച്ചേട്ടൻ പറഞ്ഞിട്ടുള്ള ചേട്ടനെ വിളിച്ചാൽ മതി. ഈ ക്ഷേത്ര ഭരണാധികാരിയുടെ ഒരു നമ്പർ നമ്മളിതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് നമ്മൾ ഈ പറഞ്ഞ അമ്പലത്തിൻ്റെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളാണ് കേട്ടോ ഈ സംഭവം ഇത്രയ്ക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു സാമ്പത്തിക വരുമാനം കൂടിയാണ് അമ്പലത്തിന് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ പൂവും അതുപോലെ നമ്മൾ ഇവിടെ അടുത്തുള്ള പൂക്കടക്കാർക്കൊക്കെ ഇവർ ഇതിൽ നിന്ന് പൂ പൊട്ടിച്ചിട്ട് ഇപ്പം തന്നെ സപ്ലൈ തുടങ്ങിയിരിക്കണം. ഓണത്തിൻ്റെ പൂക്കാലത്തിന് അല്ലെങ്കിൽ ഓണത്തിൻ്റെ ആവശ്യത്തിനായിട്ടുള്ള പൂവായിട്ട് മാത്രമല്ല, ഇപ്പം തന്നെ ചെണ്ടുമല്ലിക്ക് അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇതുമാതിരി ഇവിടുന്ന് പൊട്ടിച്ചിട്ടെല്ലാം അവർ പുറമെ കടകളിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു പൂവിൻ്റെ വലിപ്പം നോക്കി നോക്ക്, അത്യാവശ്യം ഒരു കയ്യിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന പൂവാണ്, നല്ല വലിപ്പമുള്ള പൂവാണ്. അപ്പോൾ നമ്മൾ ഈ പൂപ്പാടത്തിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലത്തെ മറ്റൊരു കൗതുകരമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.